ഹായ്, എൻസോൺ മലയാളത്തിലേക്ക് സ്വാഗതം. പുതിയൊരു തുടക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഇട്ടു. ഞാനിപ്പോൾ നിൽക്കുന്നത് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുടെ ആഗ്രഹം സാധിച്ച വവ്വാക്കുന്ന് ശ്രീ ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ കൊടിമര പ്രതിഷ്ഠയുടെ തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. ഭക്തിയും സംസ്കാരവും നിങ്ങളിലേക്ക് എത്തിക്കുന്ന പുതിയൊരു തുടക്കം, കൊടിമര പ്രതിഷ്ഠ. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് ക്ഷേത്രത്തിൻ്റെ തന്ത്രിയിലേക്ക് പോകാം. തിരുമേനി നമസ്കാരം. അപ്പോൾ നമ്മുടെ സാധാരണ ഭക്തർക്ക് ഈ ധ്വജസ്തംഭം, കൊടിമരത്തിന് ധ്വജസ്തംഭം എന്ന് പറയുന്നത് പോലും അറിയാത്ത ഒരു ഇതാണ്. അപ്പോൾ ആ ഒരു ധ്വജസ്തംഭ പ്രതിഷ്ഠയെ പറ്റി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മളോടൊന്ന് ഷെയർ ചെയ്യണം. ഓം നമോ നാരായണായ. ഓം നമോ ലക്ഷ്മീനാരായണമൂർത്തിയേ നമ. ഭക്തജനങ്ങളെ, നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളിലും കൊടിമരം ആവശ്യമായ ഒരു സംഗതിയാണ്. പക്ഷേ സ്ഥലപരിമിതിയും സാമ്പത്തിക ബുദ്ധിമുട്ടും കാരണം പല ക്ഷേത്രങ്ങളിലും അവ സ്ഥാപിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഈ ദേശത്തെ ഭക്തജനങ്ങളുടെ പ്രാർത്ഥനയും ഇവിടുത്തെ അതിന് വേണ്ടുന്നതായ സ്ഥലങ്ങളും അതിനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ടായതുകൊണ്ട് ഇവിടെ അത് സ്ഥാപിക്കുന്നതിനുള്ള കാര്യങ്ങൾ ആയിട്ടുണ്ട്. അതിൻ്റെ പ്രതിഷ്ഠകളും കാര്യങ്ങളും എല്ലാം ഭംഗിയാവണ്ണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് നമ്മൾ ജനുവരി 29-ാം തീയതി എല്ലാവിധമായ ക്രിയകളോടുകൂടി ദേവപ്രതിഷ്ഠയ്ക്ക് വേണ്ടുന്ന എല്ലാ ക്രിയകളും തന്നെ കൊടിമര പ്രതിഷ്ഠയ്ക്കും ആവശ്യമാണ്. അപ്പോൾ ഈ കൊടിമരം സ്ഥാപിക്കലിൻ്റെ ആദ്യ ചടങ്ങ് അതിന് വേണ്ടിയിട്ടുള്ളൊരു തടി കണ്ടെത്തുക എന്നുള്ളതാണ്. തടി കണ്ടെത്തുകയാണ്. ഉത്തമമായ ഒരു തടി വേണം അതിന് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഏത് മരത്തിൻ്റെ തടിയാണ്? തേക്ക് മരത്തിൻ്റെയാണ് സാധാരണ ഉപയോഗിക്കുന്ന തടി എന്ന് പറയുന്നത്. തേക്ക് മരത്തിൻ്റെ നല്ല കാതലുള്ള, വളയും ഒന്നും ഇല്ലാത്ത, വെട്ടും പൊട്ടലും ഒന്നും ഇല്ലാത്ത നല്ല തടി, കാതലുള്ള തടി, ഉത്തമമായ ശില്പിയെ കാണിച്ചിട്ട് അതിന് വേണ്ടുന്ന അളവുകളും കാര്യങ്ങളും എല്ലാം നടത്തി അതിന് വേണ്ടുന്ന പൂജകൾ നടത്തിയാണ് അത് മുറിക്കുന്നത്. അത് മുറിക്കുന്നതിന് തന്നെ വളരെയധികം ചടങ്ങുകളുണ്ട്. അത് വളരെ ആചാരപരമായ ക്രിയാഭാഗങ്ങളെല്ലാം കഴിഞ്ഞ് ആണ് അത് നടത്തുന്നത്. അത് മുറിക്കാൻ ഉപയോഗിക്കുന്ന ആയുധത്തിന് വരെ പൂജകളൊക്കെ ചെയ്തിട്ടാണ് അവർ വ്രതശുദ്ധിയോടുകൂടി നിന്നാണ് ആ മുറിക്കുന്ന ആളത് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഒന്നാണ് ഈ എണ്ണത്തോണിയിലേക്ക് തൈലാധവാസം എന്നാണ് അതിന് പറയുന്ന ഒരു ക്രിയ. അത് മരുന്നുകളുടെ കൂട്ടുകളോട് കൂടി എണ്ണത്തോണിയിൽ ഇടുകയാണെന്നാണ് സാമാന്യമായി പറഞ്ഞാൽ. എണ്ണത്തോണിയിൽ ഇടുകയാണെന്ന് പറയുന്നത്. തൈലാധിവാസം എന്നാണ് ക്രിയയുടെ പേര്. തൈലാധിവാസം. അതിന് വേണ്ടുന്ന മന്ത്രപൂരിതമായിട്ടുള്ള ഇതെല്ലാം ചെയ്തിട്ട് അതിലേക്ക് നിക്ഷേപിക്കുകയാണ്. അതിന് നമ്മുടെ സാധാരണ എണ്ണ മാത്രമല്ല, ഔഷധക്കൂട്ടുകളൂടെ ചേർത്താണ്. അതിൽ വളരെ കാലം, കുറഞ്ഞത് 1 വർഷമെങ്കിലും എണ്ണത്തോണിയിൽ കിടക്കണമെന്നാണ് അതിൻ്റെ നിയമം. നിന്ന് ആ എണ്ണയെല്ലാം, ആ മരുന്നുകളും എല്ലാം അതിൽ പിടിച്ച് വർഷങ്ങളോളം നിൽക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പിടിച്ചിട്ടാണ് അത് എണ്ണത്തോണിയിൽ നിക്ഷേപിക്കുന്നത്. അതിനുശേഷം അതൊരു മരത്തിൻ്റെ ഒരു ദൃഢതയ്ക്കും വേണം. പിന്നെ ഇതിൻ്റെ അതിനൊരു ശാസ്ത്രീയ വശവും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ സാധാരണ ക്ഷേത്രങ്ങളിൽ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ സ്ഥാനം നിർണ്ണയിക്കുന്നത്? ഇത് സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള അളവുകളുണ്ട് ഇതിന്. ദേവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ ഉത്തരദണ്ഡിൻ്റെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയ ഉത്തര നീളത്തിൻ്റെ 5, 6, 7 എന്നീ അളവുകളിൽ ആണ്. അതിന് സ്ഥപതിയുണ്ട്. സ്ഥപതി വന്ന് ഉത്തമമായിട്ടൊരു കണക്കെടുക്കും. അതിൻ്റെ അവിടുത്തെ സ്ഥലപരിമിതിയും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഉത്തരദണ്ഡും കൂടെ കണക്കാക്കിയിട്ട് എടുത്ത് അങ്ങനെ 5, 6, 7 എന്ന് പറയുന്ന അളവുകളിൽ അത് സ്ഥാപിക്കും. അതിന് സ്ഥാനം കാണും. ഒരു ക്ഷേത്രത്തിന് കൊടിമരത്തിൻ്റെ പ്രാധാന്യം എന്താണ്? അപ്പോൾ കാരണം ഒരുപാട് ക്ഷേത്രങ്ങളിൽ കൊടിമരം ഇല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് അത് നമ്മൾ സാമാന്യമായിട്ട് പറയുമ്പോൾ മനുഷ്യ ശരീരത്തിൻ്റെ ഒരു നട്ടെല്ലിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ ഈ കൊടിമരത്തിന് ഉള്ളത്. അപ്പോൾ ഈ ദേവനെ നമ്മളൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ദേവൻ്റെ പാദങ്ങളാണ് ഗോപുരം എന്നാണ് പറയുന്നത്.
അപ്പോൾ അവിടം മുതൽ തന്നെ നമുക്ക് ഭഗവാന്റെ പാദം തൊട്ടാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് അതിൻ്റെ നിയമം. അപ്പോൾ അതിൽ ഭഗവാൻ ഇങ്ങനെ മലർന്നു കിടന്നാൽ ശിരസിൻ്റെ സ്ഥാനമാണ് ഗർഭഗൃഹം. അവിടെയാണ് ഭഗവാന്റെ ഈ ബിംബം പ്രതിഷ്ഠിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അവിടവുമായിട്ട് ഇവിടം മുതൽ അവിടം വരെയുള്ള ബന്ധമാണ് കാണിക്കുന്നത്. അത് നൂത്തങ്ങ് നിർത്തുന്നു എന്നുള്ളത് ഉള്ളൂ. അപ്പോൾ അതിന് നീളത്തിൽ ദേവനും ഇതുമായിട്ടുള്ള ബന്ധമാണ് നമ്മൾ പ്രധാനമായിട്ടും കൊടിമരത്തിൻ്റെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ഷേത്ര ദർശനത്തിന് എത്തുന്ന ഭക്തർ ഈ പാദം തൊട്ട് തൊഴണം. ഗോപുരവാതിൽ എന്ന് പറയുന്നത് ഭഗവാന്റെ പാദമാണെന്നാണ് സങ്കല്പം. എല്ലാ സ്ഥലത്തും ഗോപുരങ്ങളൊന്നും കാണത്തില്ല, പക്ഷെ സങ്കല്പത്തിൽ അതുണ്ട്. അപ്പോൾ അവിടെ മുതൽ തൊട്ട് തൊഴുത് കൊടിമരം പ്രദക്ഷിണം ചെയ്ത് അകത്ത് ചെന്ന് ദേവനെ ദർശിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം. അപ്പോൾ ഈ കൊടിമരവും ദേവീദേവന്മാർ അല്ലെങ്കിൽ അവിടുത്തെ പ്രതിഷ്ഠയുമായിട്ടുള്ള പ്രധാന ബന്ധം ഇതാണ്. ഗർഭഗൃഹ മധ്യത്തിൽ നിന്നാണ് ഈ അളവുകളെല്ലാം എടുക്കുന്നത്. ഭഗവാൻ ഇരിക്കുന്ന ഗർഭഗൃഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശ്രീകോവിൽ എന്ന് പറയും. അപ്പോൾ അവിടെ മുതലാണ് ഇതിൻ്റെ എല്ലാ അളവുകൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉയരം നിർണ്ണയിക്കുന്നതിൽ ഉയരം നിർണ്ണയിക്കുക എന്ന് പറഞ്ഞാൽ ദ്വാരനീളം എന്ന് പറയും. ദ്വാരനീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. കട്ടളപ്പടിയുടെ അളവ് അതിൻ്റെ 7, 9, 10, 11, 12, 13 ഇങ്ങനെ യുക്തമായ അളവിലാണ് ഇതിൻ്റെ ഉയരം കണക്കാക്കുന്നത്. സാധാരണ ചിലയിടങ്ങളിൽ ഇത് കോൺക്രീറ്റിനേക്കാൾ ഒന്നുകൂടെ ഉത്തമം എന്ന് പറയുന്നത് പിന്നെ തടിയിൽ തന്നെയുള്ള ഇത് എടുക്കുന്നതാണ് നല്ല ഉത്തമമായിട്ടുള്ള ഇതാണ്. അപ്പോൾ ഇതിന്റെ ഇനി ഇപ്പോൾ ഈ ജനുവരി 26-ാം തീയതിയാണ് നമ്മുടെ ബോവാക്കുന്ന് ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിൽ. അപ്പോൾ ജനുവരി എല്ലാം കണ്ടല്ലോ. ജനുവരി 29-ാം തീയതി എല്ലാവരും ഇവിടെ കാണണം. ക്യാമറാമാൻ അരുൺ സാഗറിനോടൊപ്പം നിങ്ങളുടെ സ്വന്തം ഇട്ടു സൈനിങ് ഓഫ്.